മനുഷ്യനെ ഉണർത്താൻ, മനുഷ്യത്വത്തെ ഉണർത്താൻ. അബൂ ഉമാമത്തുൽ ബാഹിലി നോമ്പാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞതിന് ശേഷം, നോമ്പ് വെച്ച് നോമ്പിൻ്റെ ആനന്ദം അറിഞ്ഞതിന് ശേഷം, പകല് ദിവസത്തിൽ ആ വീട്ടിൽ തീ പുകഞ്ഞിട്ടില്ല. നോമ്പ് വെച്ച് ശീലിച്ചവർ പരിശുദ്ധ റമദാൻ വരാൻ വേണ്ടി കൊതിയോടെ കാത്തിരിക്കുക. നോമ്പിലൂടെ ഉണരുന്ന മനുഷ്യത്വത്തിൻ്റെ ആനന്ദം അറിഞ്ഞവർ കാത്തിരിക്കുക. അതറിയാത്തവൻ എങ്ങനെ ഒളിച്ചോടാമെന്ന് ആലോചിച്ചുള്ള പദ്ധതികളിൽ തലപുകയുക. അല്ലേ? ആലോചിച്ച് നോക്ക്. നോമ്പ് വെച്ചതിൻ്റെ മനുഷ്യത്വത്തിൻ്റെ സുഹൃതത്തിൻ്റെ സുഗന്ധം, ആനന്ദം ഉള്ളിൽ അനുഭവിച്ചവൻ വരട്ടെ റമദാൻ എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കുകയല്ലേ? അല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്ത് നോക്കിക്കോ, ഒളിച്ചോടാൻ വല്ല വഴിയുണ്ടോ എന്ന് ആലോചിക്കുകയല്ലേ? നോമ്പ് വെച്ച് അനുഭവിച്ചവനെ മനുഷ്യത്വത്തിൻ്റെ സുഗന്ധം അനുഭവിക്കാൻ പറ്റൂ. അനുഭവിച്ചവരാരും നോമ്പിൽ നിന്ന് ഒളിച്ചോടൂല. അള്ളാഹു ഇതിലൂടെ എൻ്റെ മനുഷ്യത്വം, എൻ്റെ കാരുണ്യം, എൻ്റെ റഹ്മത്ത്, എൻ്റെ പ്രതലം, എൻ്റെ വിധാനം ഞാൻ എത്ര കണ്ട് മേലെയാണ്, ഉയരെയാണ്, അനുഭൂതികളിലാണെന്ന് നോമ്പ് കൊണ്ട് നമ്മൾ അറിയുന്ന ആ മഹാസുദിനങ്ങൾ നമ്മെ അത് അറിയിക്കുന്ന, അതിനെല്ലാ സാഹചര്യങ്ങളെയും അള്ളാഹു അനുകൂലമാക്കുന്ന, ലോകത്തിൻ്റെ അപകടകരമായ പ്രവണതകൾക്കെല്ലാം ഒരു തടയിടുന്ന ആകാശ സീമകളിൽ നിന്ന് തിന്മയുടെ ഉപാസക ഒന്ന് നിറുത്തൂ, നന്മയുടെ ഉപാസകരെ നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കൂ എന്ന് നമ്മളോട് പറയപ്പെടുന്നതിൻ്റെ സ്വാധീനം സമൂഹത്തിൽ മുഴുവൻ പടരുന്ന, വ്യാപിക്കുന്ന പരിശുദ്ധമായ റമദാൻ വരികയാണ്. ആ റമദാൻ വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ഒരു നിമിഷം നഷ്ടപ്പെടരുത്. റമദാൻ കൊള്ളാൻ തരക്കേടില്ലെന്ന് പറഞ്ഞിരിക്കാനല്ല, റമദാൻ പട്ടിണി കിടന്ന് നോമ്പ് വയ്ക്കാൻ മാത്രവുമല്ല, റമദാൻ എത്ര കണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലൂടെ നമ്മുടെ മനുഷ്യത്വത്തെ ഉണർത്താൻ, നമ്മുടെ മൃഗത്തെ തോൽപ്പിക്കാൻ, അതിൽ നമ്മളെ വിജയിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള എല്ലാ കർമ്മപരിപാടികളും നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. ആ ചാർട്ട് എടുത്ത് വെച്ച് അങ്ങനെ ഒരു നിമിഷം നമുക്ക് നഷ്ടപ്പെടുത്താനില്ല. പറയേണ്ടതെന്ത്, അധികം പറയേണ്ടതെന്ത്, പറഞ്ഞുകൂടാത്തതെന്ത്, കഴിക്കരുതാത്തത്, തുറക്കേണ്ടതെപ്പോൾ, നോമ്പ് ഇടയത്താഴം കഴിക്കേണ്ടതെപ്പോൾ, നിസ്കരിക്കേണ്ടതെപ്പോൾ, എന്തൊക്കെ നമസ്കാരങ്ങൾ, ഇതൊക്കെ ചേരുമ്പോൾ മാത്രമേ ഒരു റമദാൻ ആവുകയുള്ളൂ. ഈ മൃഗമായി നമ്മുടെ സമൂഹവും പുതുതലമുറയും മുഴുവൻ മാറുമ്പോൾ മുഴുവൻ പുതുതലമുറയും ഈ വഴിയിലേക്ക് പോവുക. കാരണം അവരുടെ മുമ്പിൽ തെറ്റുകളില്ലാത്തൊരു ലോകമാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കുഞ്ഞുണ്ടിക്കരയിൽ എന്ന് പറഞ്ഞ ചില സുഹൃത്തുക്കൾ പ്രണയത്തിൽ പോയ ലഹരി ഉപയോഗിക്കുന്ന മക്കള് അതിന് അനുമതി കൊടുക്കാത്തപ്പോൾ വാപ്പയുടെ മുഖത്ത് നോക്കി ചോദിക്കുക, വ്യഭിചരിക്കാൻ വേണ്ടി പോകുന്നതിന് കുഴപ്പമുണ്ടെന്ന് പറയുന്ന വാപ്പയുടെ മുഖത്ത് നോക്കി അതിനെന്താ കുഴപ്പമെന്ന് നമ്മുടെ എല്ലാം മക്കൾ ചോദിക്കുന്നിടത്തേക്ക് അവരെ അത്രമാത്രം അവരുള്ള മൃഗം ഇന്ന്